നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡിൻ്റെ കുതിപ്പ് തുടരുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ ബയോർക്കയെ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് റയലിൻ്റെ വിജയം. അവരുടെ ഗോൾ നേടിയത് ഔർലിൻ ഷുവാമിനിയാണ്. അടുത്ത മിഡ് വീക്കിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ എത്തിഹാദിൽ പോയി കളിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിനി ജൂനിയർ അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്ക് ആദ്യ 11-ൽ ഇടം കൊടുക്കാതെയാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹൊസേലുവും ബ്രയൻ ഡയസും ജൂഡ് ബെല്ലിംഗാമും ഫെഡെ വാൽവർദയും ഒരുമിച്ച് അണിനിരന്നു. മത്സരത്തിൻ്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിലാണ് ഔർലിൻ ഷുവാമിനിയുടെ കിടിലൻ ഗോൾ പിറക്കുന്നത്. 48-ാമത്തെ മിനിറ്റിലെ മികച്ചൊരു ഗോൾ അദ്ദേഹം നേടി. അതോടുകൂടി റയൽ മാഡ്രിഡ് ലീഡ് എടുത്തു. ആ ഗോൾ അടിച്ച സമയത്ത് ഔർലിൻ ഷുവാമിനിയുടെ ആ ഒരു സെലിബ്രേഷൻ അത് സൈഡ് ബെഞ്ചിലിരുന്നു കൊണ്ട് മറ്റ് താരങ്ങളും ചെയ്യുന്നു. അതായത് വിനീഷ്യസ് ജൂനിയറും കമവിംഗയും റോഡ്രിഗോയും ഒക്കെ ഷുവാമിനിയുടെ സെലിബ്രേഷൻ അതുപോലെ സൈഡ് ലൈനിലിരുന്ന് കാണിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും റയൽ മാഡ്രിഡിൻ്റെ താരങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധമെടുത്ത് കാണിക്കുന്നു. അവരൊരു ബ്രദേഴ്സിനെ പോലെ മുന്നോട്ട് പോകുന്നു. ആ യുവതാരങ്ങളുടെ കെട്ടുറപ്പ് തന്നെയാണ് റയൽ മാഡ്രിഡ് എന്ന ടീമിൻ്റെ കെട്ടുറപ്പ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പരസ്പരം അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. മ്യൂച്വൽ റെസ്പെക്റ്റിൽ അവർ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഇന്നലെ ആ ഒരു സൈഡ് ലൈനിലുള്ള ജസ്റ്ററിലൂടെ കണ്ടത്. എന്തായാലും റയൽ മാഡ്രിഡിന് വേണ്ടി പിന്നീട് മത്സരം 1 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം വിനി ജൂനിയർ അടക്കമുള്ളവർ കളിക്കളത്തിലേക്ക് വന്നു. വിനി തൻ്റെ വേഗം കൊണ്ട് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ പിന്നീട് ഗോളുകളൊന്നും പിറന്നില്ല. ഏകപക്ഷീയമായ ആ ഒറ്റ ഗോളിൻ്റെ വിജയം തന്നെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കി. വിജയത്തോടുകൂടി 31 കളികളിൽ നിന്ന് 78 പോയിന്റുമായിട്ട് ലാലിഗ ടേബിളിൽ 1-ാം സ്ഥാനത്ത് കുതിക്കുകയാണ് റയൽ മാഡ്രിഡ്. അത്രയും കളികളിൽ നിന്ന് 70 പോയിന്റാണ് FC ബാഴ്സലോണക്കുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.